ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. ഇന്ന് പെരി പെരി ചിക്കൻ പോളയുടെ റെസിപ്പിയാണ്. എണ്ണയിലൊന്നും മുക്കിപ്പൊരിക്കാതെ ഒരു സ്നാക്സ് കഴിക്കണം തോന്നുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു പോള റെസിപ്പിയാണ്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഫാമിലിക്ക് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൊടുത്തരണം. അപ്പോൾ ആദ്യം തന്നെ പോളയ്ക്ക് വേണ്ടിയിട്ട് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് 250 ഗ്രാം ബോൺലെസ് ചിക്കൻ ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണേ. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വറ്റൽ മുളക് ഞാൻ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നേ. ഇതിപ്പോൾ ഓവർനൈറ്റൊക്കെ വെക്കുന്നതാണെങ്കിൽ സാധാരണ വെള്ളത്തിൽ കുതിർത്തിയാൽ മതി, അതല്ലെങ്കിൽ നല്ല ചൂടുള്ള വെള്ളത്തിൽ കുതിർത്തിയെടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണോളം നമ്മൾ പൊടിക്കാത്ത മല്ലിയില്ലേ അതുകൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുതിർത്തിയെടുത്തത് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും അതുപോലെ 1/4 കപ്പ് തന്നെ വലിയ ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. 1/4 കപ്പോളം മല്ലിയില കൂടെ ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂണോളം ഒറിഗാനോ ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. സാധാരണ മുളക് പൊടിയാലും കുഴപ്പമില്ല കേട്ടോ. ഇനി 1-2 ടീസ്പൂൺ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചെറുനാരങ്ങ നീരുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ഒരു 1/4 കപ്പോളം ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഇതൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ വേണം നമുക്ക് അരച്ച് കിട്ടാൻ. ഒട്ടും തരിയില്ലാതെ അരച്ചെടുക്കാം. ഇതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അതെന്തിനാന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം കേട്ടോ. ബാക്കിയുള്ളത് മിക്സിയുടെ ജാറിൽ മുഴുവനായിട്ട് വടിച്ചിട്ട് ചിക്കനിലോട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഒരു ഹാഫ് ആൻ അവറെങ്കിലും ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ നോക്കണേ. ഓയിൽ ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്നത് ചിക്കനിൽ പിടിച്ച് കിട്ടിക്കോളും കേട്ടോ. ഞാനിപ്പോൾ ഇതൊരു 10 മിനിറ്റ് 15 മിനിറ്റ് അത്രയേ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേക്കന്നെ പൊടികളൊക്കെ ചിക്കനിൽ പിടിച്ച് കിട്ടിയിട്ടുണ്ട്, ഓയിൽ ചേർത്തതല്ലേ. ഇനി നമുക്കൊരു പാനിലോട്ട് ഷാലോ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ, ഡീപ് ഫ്രൈ അല്ല കേട്ടോ. ഇനി അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് കണ്ടോ, ചിക്കൻ ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതേ കണക്ക് തന്നെ ആക്കിയെടുക്കണേ. നല്ലതായിട്ട് ഫ്രൈ ആയി കിട്ടണം. അപ്പോഴാണ് ആ മസാലയ്ക്കൊരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ കംപ്ലീറ്റ് ഞാനിതാ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇതേ പാനിൽ തന്നെയാണ് ഈ ഫ്രൈ ചെയ്തെടുത്ത് ഇതേ പാനിൽ തന്നെയാണ് മസാല വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ ഗീ ഒഴിച്ചു കൊടുക്കാം. ഇനി 3-4 പച്ചമുളക് എരിവിന് ആവശ്യമായിട്ട്. പിന്നെ ഇനി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടീസ്പൂൺ ചതച്ചിട്ടാലും മതി, കട്ട് ചെയ്തിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിൻ്റെയൊക്കെ റോ ടേസ്റ്റ് മാറി വരുന്നവരൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ റോ ടേസ്റ്റ് മാറി വരുമ്പം ഒരു വലിയ ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്തത് കൂടി ഇട്ടിട്ട് അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കൂടെ തന്നെ കറിവേപ്പിലയോ മല്ലിയിലയോ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് റോ ടേസ്റ്റ് മാറി വരുമ്പോൾ ഇതിലോട്ട് 1 ടീസ്പൂണോളം ക്രഷ്ഡ് ചില്ലി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അതുപോലെ 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒറിഗാനോ 1 ടീസ്പൂൺ അത്ര തന്നെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒറിഗാനോ 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ടേസ്റ്റ് എങ്ങനെയാണെന്ന് ഇഷ്ടം അതിനനുസരിച്ച്. ഇനി ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലോട്ട് ക്യാപ്സിക്കം ഒന്ന് വലുതെടുത്തിട്ടില്ല, ഒരു ചെറിയ ക്യാപ്സിക്കം ആയിരുന്നേ. ഇനി ക്യാപ്സിക്കം വലുതാണ് എടുത്തതെങ്കിൽ 1/2 മുറി മതിയാവും കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഈ ചിക്കനില്ലേ അതുകൂടെ ഇതിലേക്ക് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം ഞാനൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക. അതെന്തിനാന്ന് പറഞ്ഞാൽ ആ ഫ്ലേവറൊക്കെ ഒന്ന് ചിക്കനിൽ പിടിക്കാൻ വേണ്ടി. അതുപോലെ നമ്മൾ മിക്സിയിൽ അരച്ചെടുത്തപ്പോൾ മസാല 2 ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് നമ്മൾ ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്ലിപ്പ് എന്നോട് മിസ്സായി പോയതാണ്. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് തണുക്കാനായിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1.5 കപ്പ് മൈദപ്പൊടി മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, ചതക്കാണ്ട് ഇട്ട് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല, അരച്ചെടുക്കുന്നല്ലേ. ഇനി അതുപോലെ ക്രഷ്ഡ് ചില്ലി 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3-4 ടീസ്പൂൺ ഓയിലും അതേപോലെ ഒരു 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. കൂടെ തന്നെ 1/4 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം. ഇത് ഇങ്ങനെ മിക്സിയുടെ ജാറിൽ തന്നെ ഇട്ട് അടിച്ചെടുക്കണം എന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട കെട്ടാതെ ഒരു വിസ്കോ അല്ലെങ്കിൽ ഫോർക്കോ സ്പൂണോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് നന്നായിട്ട് കട്ടയില്ലാതെ അടിച്ചെടുത്താൽ മതി കേട്ടോ. ഞാൻ പിന്നെ എളുപ്പത്തിന് വേണ്ടി മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തുന്നുള്ളത് കണ്ടോ, ഒട്ടും കട്ടയില്ലാതെ കിട്ടണം ബാറ്റർ, അത്രയേ ഉള്ളൂ. ഇനി ഞാൻ എപ്പോഴും പറയുന്നത് പോലെ പഴയ ആൾക്കാരാണെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ, പുതിയ സബ്സ്ക്രൈബ്സിന് വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഒരു ഫ്ലെയിം കൺട്രോളറോ അല്ലെങ്കിൽ ഉപയോഗിക്കാത്തൊരു പാനോ ഉപയോഗിച്ചിട്ട് വേണം ആ സോസ് പാൻ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ ഗീ ഒന്ന് അതിലോട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അടിച്ചു വെച്ച ബാറ്ററിലെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഹാഫ് പോർഷൻ മാത്രം ഒഴിച്ചു കൊടുക്കാം. മുഴുവൻ ഒഴിക്കുന്നില്ല കേട്ടോ, പകുതി ഭാഗം മാത്രം. എന്നിട്ട് ഒന്ന് തട്ടിക്കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വലിഞ്ഞു വരാൻ വേണ്ടി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അതൊന്ന് വലിഞ്ഞു വരുന്ന സമയത്ത് വേണം നമുക്കിതിൻ്റെ മുകളിലോട്ട് ഈ മസാലയില്ല അതൊന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം എല്ലാ ഭാഗത്തും ഒരുപോലെ ആവുന്ന രീതിക്ക് മുഴുവനായിട്ട് അങ്ങിട്ട് കൊടുക്കാം.
ഇപ്പോൾ ഇതാ എല്ലാ ഭാഗവും ഞാൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സ്പൂണോ സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് പതുക്കെ ഒന്ന് അങ്ങ് തട്ടിക്കൊടുക്കുക. എന്നിട്ട് ഒന്ന് കൈവച്ച് ഒന്ന് വീണ്ടും ഒന്ന് പാത്രം ഒന്ന് തട്ടിക്കൊടുത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച ബാറ്ററിയില്ലേ അതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. സൈഡ് വശത്തൂടെ ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ. ഇനി നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതില്ലേ നിങ്ങൾ ഗ്ലാസ് ലിഡ് എടുക്കുന്നെങ്കിൽ അതിന് റോൾസ് ഉണ്ടാവില്ല, അതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക, ശ്രദ്ധിക്കുക. അതും ഞാൻ പുതിയ സബ്സ്ക്രൈബ്സിന് വേണ്ടി പറയുന്നത്, പഴയവർ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പുതിയവർക്ക് വേണ്ടിയിട്ടാണ്. ഇനി കുറച്ച് സമയത്തിന് ശേഷം ഞാനതൊന്ന് തുറന്നു നോക്കുമ്പോൾ ഒന്ന് വലിഞ്ഞ് വരുന്ന സമയത്ത് അന്നേരം തന്നെ വെച്ച് കൊടുത്താൽ അങ്ങ് ഉള്ളിലോട്ട് എല്ലാം താഴോട്ടേക്ക് പോവും കുക്കായി വരുന്ന സമയത്ത്. അപ്പോൾ ക്യാപ്സിക്കോ ക്യാരറ്റോ എന്താ നിങ്ങളെ കയ്യിലുള്ളത് അത് വെച്ച് കൊടുക്കുക. ഇത് കാണാനുള്ളൊരു ഭംഗിക്കും കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റോ. ഇനി ഒന്നുമില്ലെങ്കിൽ ചിക്കൻ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി അടച്ച് വെച്ചിട്ട് ഓരോരുത്തരുടെ ഫ്ലെയിമിനനുസരിച്ച് ടൈം ഡിഫറൻറ്റ് ഉണ്ടാവും, അതിൻ്റെ കറക്റ്റ് ടൈം പറയുന്നില്ല. ഇനി അതിലോട്ട് ഒരു കൊള്ളിയോ അതല്ലെങ്കിൽ ഒരു കത്തിയോ വെച്ചൊന്ന് കുത്തി നോക്കിയാൽ അതിൽ ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ അത് കുക്കായി എന്നർത്ഥം കേട്ടോ. ഇനി അതിൻ്റെ മുൾഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ആവാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഒരു പാനിലോട്ട് ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ടാണ് അത് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തും കുറച്ച് ഞാനൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനല്ല കേട്ടോ, വേണമെങ്കിൽ ചെയ്യാം, നല്ലൊരു ഫ്ലേവർ കിട്ടും ഗീ അല്ലേ. അപ്പോൾ ഇനി അതിൻ്റെ സൈഡ് വശത്തുനിന്ന് ഒന്ന് വിടുവിച്ച് കൊടുക്കാം. വിടുവിക്കേണ്ട ആവശ്യം വരില്ല, നമ്മൾ നോൺ സ്റ്റിക്ക് എടുക്കുന്നെങ്കിൽ അതിൻ്റെ ആവശ്യം വരില്ല കേട്ടോ. ഇനി അതിനെ നമ്മൾ നെയ്തടവി വെച്ച ഇതിലേക്ക് പാനിലേക്ക് അങ്ങ് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കാം. ഇത് കണ്ടോ, നല്ല സൂപ്പറായിട്ടായി വന്നില്ലേ, ഒട്ടും കരിയാതെ. ഞാൻ പറഞ്ഞതുപോലെ 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആ അടിയിൽ ഒന്നിക്കൽ ഫ്ലെയിം കൺട്രോളോ ഉപയോഗിക്കാത്ത തവിയോ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ച് കൊടുക്കുക. ഞാൻ വീണ്ടും അതുപോലെ തന്നെ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ആവേ വേണ്ട കേട്ടോ, ഒന്ന് വെച്ച് കൊടുത്തിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ഞാനിത് വേറൊരു പാത്രത്തിലോട്ടൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കാണിച്ചു തരാം. ഇത് കണ്ടോ, അത് സൂപ്പറായിട്ടായി വന്നില്ലേ. ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മേൾഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ആയി കിട്ടുന്നത് നല്ലതാണ് കേട്ടോ. എന്തായി എന്ന് പറഞ്ഞാൽ ആ ക്യാരറ്റൊക്കെ എത്രയായാലും നമ്മൾ ഒന്ന് വാട്ടിയൊന്നും എടുക്കാതെ വെച്ച് കൊടുത്തല്ലേ, അപ്പോൾ അതൊന്നും ആവാൻ വേണ്ടി വെച്ച് കൊടുത്തതേ ഉള്ളൂ. സൂപ്പർ ടേസ്റ്റാണ്, നല്ലൊരു ഫ്ലേവറും ആയിട്ട്. പെരി പെരി ചിക്കൻ പോളെ ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും എരിവ് ഇതിൽ ചേർത്തത്. അപ്പോൾ നിങ്ങൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ എരിവ് വേണമെങ്കിൽ നിങ്ങൾ കുറച്ച് കൊടുക്കുക കേട്ടോ. പക്ഷേ എങ്കിലും പെരി പെരി ചിക്കൻ പോളെ ആകുമ്പോൾ നല്ല എരിവ് വേണ്ടേ. ഇനി ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല ചൂടായിരുന്നു കേട്ടോ, അതിൽ നിന്ന് ആവിയൊക്കെ വരുന്നുണ്ടോ, കയ്യിൽ പിടിക്കാൻ പറ്റാത്ത ചൂടാണ്. പിന്നെ നല്ല ടേസ്റ്റാണ്, നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. എണ്ണയിലൊന്നും മുക്കിപ്പൊരിക്കാതെ നമുക്ക് പിന്നെ സ്നാക്സ് ഉണ്ടാക്കണം തോന്നുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സംഭവമല്ലേ പോള റെസിപ്പീസ്. അതുകൊണ്ടാണ് ഞാൻ അധികവും ഈ പ്രാവശ്യം പോളാസ് റെസിപ്പീസ് തന്നെ ഇൻക്ലൂഡ് ചെയ്തത്. കൂടുതലും എണ്ണയിൽ പൊരിച്ചത് ഉപയോഗിക്കാതെ നമുക്ക് ഫ്രൂട്ടും അതുപോലെ ഇതുപോലെ ആവിയിലും ഇങ്ങനെയൊക്കെ എണ്ണയൊക്കെ കുറച്ചിട്ട് പലഹാരങ്ങൾ തയ്യാറാക്കിയാൽ നമ്മളെ ഹെൽത്തിനും നല്ലത് തന്നെ. ഇതിന് മുൻപ് ഞാൻ പെരി പെരി എഗ്ഗ് പോള ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല റീച്ചുള്ള വീഡിയോ ആയിരുന്നു, നിങ്ങളൊന്ന് കണ്ടു നോക്കൂ കാണാത്തവരെ കേട്ടോ. അതുപോലെ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ഫാമിലിക്ക് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരാം. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു.